ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ ഇന്ത്യയിലെ കുറച്ച് വിഷയങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് 114 ഫൈറ്റർ ജെറ്റുകൾ മേടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചാൽ ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെയാണ് തീരുമാനം. മേടിക്കാന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് മേടിക്കാനല്ല. ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടിച്ചെന്ന് F-35 മേടിക്കാനുള്ള തീരുമാനമല്ല എടുത്തിരിക്കുന്നത്. ഇന്ത്യ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനമാണ്. മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഒരു കൊളാബറേഷൻ ചെയ്ത് ഇവിടെ ആരാണോ മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് മുന്നോട്ട് വരാം. ഇതിനകത്ത് ഒരുപാട് കമ്പനികൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനികൾ വെച്ചാൽ ഇത് ഏകദേശം ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് $20 ബില്യൺ ബഡ്ജറ്റാണ് വെച്ചിരിക്കുന്നത് പ്രാഥമികമായിട്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കുക, ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക, അസംബ്ലി ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കമ്പനികൾ, അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ബോയിങ്, ലോക്കിഡ് മാർട്ടിൻ, ഡസാൾട്ട്, സാബ്, പിന്നെ റഷ്യൻ മാനുഫാക്ചറിംഗ് കമ്പനീസ്. അപ്പൊ ഇത്രയും കമ്പനികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ആർക്കാണോ കൂടുതൽ താല്പര്യം, നമ്മുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് എന്താണോ നമ്മുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് അഫോർഡബിൾ ആയിട്ട് ആർക്കാണോ മാനുഫാക്ചറിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് അവർക്ക് ഈ ഒരു കോൺട്രാക്ട് പോവുകയും ചെയ്യും. അപ്പൊ അവർ ഇന്ത്യക്കുള്ളിൽ അസംബ്ലിംഗ് ലൈൻ അവരുടെ ഓഫീസ് ഇവിടെ സ്ഥാപിച്ച് ഇവിടെ അസംബ്ലിംഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്, അതായത് ആ സാധനം ഇവിടെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ നന്നായി എന്നാണ് പറയാനുള്ളത്. കാര്യം ഈ ഒരു താരിഫും അത് ഇതൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് F-35 അതൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് തന്നെ അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ ഓഫീസിൽ നിന്ന്, വൈറ്റ് ഹൗസിൽ നിന്ന് വീണ്ടും താരിഫിനെ കുറിച്ചുള്ള ക്രിട്ടിസൈസ് ഇന്ത്യക്കെതിരെ തന്നെ വന്നിരിക്കുന്നത്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ രീതിയിൽ ഒരുപാട് മുട്ടുമടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്തുള്ള ഒരു കൺസിഡറേഷന്റെ പേരിലോ അല്ലെങ്കിൽ വലിയൊരു മാർജിൻ ഇന്ത്യൻ ഡയസ്പൊറ അമേരിക്കയിൽ ഉള്ളത് കൊണ്ടോ മാത്രം നമുക്ക് ഈ താരിഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് നിയന്ത്രിച്ച് തരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ത്യ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം വളരെ വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി ഷോർട്ടാണ് നമ്മൾ ഈ ഒരു ഫൈറ്റർ ജെറ്റിന്റെ കാര്യത്തിൽ. അപ്പൊ അറ്റ്ലീസ്റ്റ് 114 വന്നു കഴിഞ്ഞാൽ തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മൾ എത്തും. അതിലുപരിയായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പം റഷ്യൻ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ട് റഷ്യൻ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പദ്ധതി നമുക്കുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ കുറച്ച് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ മേടിക്കാനുള്ള പദ്ധതിയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയും. അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വിഷയമാണ്. ഇത് കുറെ നാൾ കൊണ്ടേ ചൈന ഇന്ത്യൻ ഓഷ്യനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരികിട പരിപാടി. ഈ തരികിട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാ സ്ഥലത്തും ഈ സ്പൈ ഷിപ്പുകൾ ഇവർ കൊണ്ടുപോയിട്ട് സീ ബെഡുകൾ റിസർച്ച് ചെയ്യാണ്. കുറെ കാലം കൊണ്ട് ഇവർ സീ ബെഡ് റിസർച്ച് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വളരെ ഡീപ്പായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ പല ഭാഗങ്ങളും ഇവർ റിസർച്ച് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് ഡേറ്റ ഇവര് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇവർ എവിടെയൊക്കെ ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇവർക്ക് സബ്മറൈൻസ് അണ്ടർ വാട്ടറിലൂടെ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട്, അപ്പൊ ഇവർക്ക് ലൊക്കേഷൻസ് വളരെ വളരെ അവരുടെ ലൊക്കേഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചൈനയ്ക്ക് സബ്മറൈൻസ് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാപ്പിംഗ് ആണ് ഇവർ ചെയ്യുന്നത്. അതിനോടൊപ്പം റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്ന ഐറ്റംസ് കടലിന്റെ അടിയിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള നിരീക്ഷണവും നടത്തുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ചൈന ഏത് രീതിയിൽ പോയാലും കമന്നടിച്ച് വീണ് ഈ ഒരു രീതിയിൽ തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം അവർ എത്ര തന്നെ നമ്മൾ നെയ്ബറിംഗ് കൺട്രിയാണ്, നമുക്ക് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ പോകണം എന്ന് പറഞ്ഞാലും അവരുടെ ചില പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെയ്ബറിംഗ് കൺട്രിയെ ഒട്ടും തന്നെ മാനിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് എല്ലാ കാലത്തും ചൈന തുടരുന്നത്. നമുക്ക് ഈ ഒരു വിഷയം കൂടെ പറയുമ്പം കാര്യങ്ങളൊക്കെ ഈ സ്പൈ വർക്ക് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വിഷയം കൂടെ കൂട്ടിച്ചേർത്ത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. ചൈന ഒരിക്കലും ട്രസ്റ്റ് വർത്തി അല്ല. അത് തന്നെയാണ് ഇപ്പം വരെയുള്ള നിഗമനം. പ്രൈം മിനിസ്റ്റർ മോദി മൊറീഷ്യസിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് എത്തിയത്. അപ്പം ഇന്നലെ എത്തുന്നതിന് മുമ്പേ ഇവിടെ അർമേനിയ ഫോറിൻ മിനിസ്റ്ററെ സംസാരിച്ചിട്ടാണ് പോയത്. ഇന്നലെ ഇവിടെ നിന്ന് അർമേനിയയുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണർ പ്രോഗ്രാം ഉണ്ട് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് തന്നെ അർമേനിയയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നു. ഫോറിൻ മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് സംസാരിച്ചു. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി മൊറീഷ്യസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രൈം മിനിസ്റ്ററെയും കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അർമേനിയ കൂടുതൽ ടൈപ്സ്, അതേപോലെ ഡയറക്റ്റ് പീപ്പിൾ ടു പീപ്പിൾ കണക്ട് താല്പര്യപ്പെടുന്നുണ്ട് ഇന്ത്യയുമായിട്ട്. അതായത് ഇന്ത്യയിൽ നിന്നും അർമേനിയയിലോട്ട് ഫ്ലൈറ്റ് സർവീസ് തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു പ്രൈമറി ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അർമേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരുപാട് കൂട്ടക്കൊലകൾ നടന്നേറിയ ഒരു സ്ഥലമാണ് ഈ ഒരു അർമേനിയ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ചാൻസ് കിട്ടിയ ആൾക്കാർ അവിടെയൊക്കെ പോയി കാണേണ്ടത് വളരെ വളരെ നല്ലതാണ്. എന്തായാലും ഇന്ത്യയുമായിട്ട് ഒരു ഫ്ലൈറ്റ് സർവീസ് വരുന്ന സ്ഥിതിക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും പോകും എന്ന് അർമേനിയ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ട്
ഒരു ഫ്ലൈറ്റ് സർവീസ് ഉദ്ദേശിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അർമേനിയ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ വിസിറ്റേഴ്സിന്റെ ഒരു തള്ളിക്കയറ്റം ഓൾറെഡി അവിടെ ഉണ്ട് എന്നാണ് അവിടുത്തെ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അതിനെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് ആയാൽ എന്ത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാല് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ 2 വീടുകൾ സീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 124ഓളം ബാങ്ക് അക്കൗണ്ടുകൾ. ഷെയ്ഖ് ഹസീനയുടെ മാത്രം 124 ബാങ്ക് അക്കൗണ്ട് അല്ല, ഷെയ്ഖ് ഹസീന ഉൾപ്പെടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ആ എൻറ്റയർ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുടെ 124 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്, ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. മിക്ക ആൾക്കാരും അമേരിക്കയിലും പുറം രാജ്യങ്ങളിലൊക്കെ തന്നെയാണ് താമസം. കാരണം ഇപ്പം ബംഗ്ലാദേശിനുള്ളിൽ ഷെയ്ഖ് ഹസീനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു അവസരം മുതലാക്കി ഈ മുഹമ്മദ് യൂനസ് ഇപ്പൊ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. സക്കീർ ഹുസൈൻ ഗാലിബ് എന്ന് പറഞ്ഞ ജഡ്ജാണ് ഈ ഒരു ഉത്തരവ് പാസ്സാക്കി കൊടുത്തത്. ധൻമോന്തി എന്ന് പറഞ്ഞാണ് ഒരു വീടിന്റെ പേര്, സുധാ സദൻ എന്ന് പറഞ്ഞാണ് അടുത്തൊരു വീടിന്റെ പേര്. ഈ 2 വീടുകളാണ് ഇപ്പം ഇത് സീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അമേരിക്കയിൽ നിന്നും 2 വ്യക്തികൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് തന്നെയാണ്, ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് തന്നെയാണ് 2 ആൾക്കാർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുമായിട്ട് കണക്ട് ഉള്ള 2 ആൾക്കാരാണ്. ഒന്ന് തുളസി ഗബ്ബാർഡ് ഒരു ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്ന, ഒരു ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇന്ത്യൻ ഒറിജിൻ അല്ല, ഒരു അമേരിക്കക്കാരി തന്നെയാണ്. അപ്പൊ അതേപോലെ ജെ ഡി വാൻസും ജെ ഡി വാൻസിന്റെ വൈഫ് ഇന്ത്യക്കാരിയാണ്. അപ്പൊ അവര് ഈ 2 കൂട്ടരും ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ജെ ഡി വാൻസ് വിസിറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ഡേറ്റിലാണ്, തുളസി ഗബ്ബാർഡ് വിസിറ്റ് ചെയ്യുന്നത് വേറെ ഡേറ്റിലാണ്. ഈ ഡേറ്റുകൾ രണ്ടും തമ്മിൽ ഇതുവരെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വളരെ വൈകാതെ തന്നെ വിതിൻ എ മന്തിൽ അവർ വിസിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിൽ ജെ ഡി വാൻസ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തായിരിക്കും ഇന്ത്യയിലോട്ട് വരുന്നത്. തുളസി ഗബ്ബാർഡ് തായ്ലാന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്താണ് ഇന്ത്യയിലോട്ട് വരുന്നത്. കരോലിന ലേവിറ്റ് എന്ന് പറയുന്നത് ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ ആണ്, വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ. പുള്ളിക്കാരി സംസാരിക്കാന്ന് പറഞ്ഞാൽ ട്രംപ് സംസാരിക്കുന്നതിന് തുല്യമാണ്. കാര്യം ആ രീതിയിലാണ്, സ്പോക്സ് പേഴ്സൺ ആണല്ലോ. അപ്പൊ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് അമേരിക്കൻ പ്രോഡക്റ്റിന് ടാക്സ് ഉണ്ട്. ആ ടാക്സ് ഇന്ത്യയിലെ ഒരുപാട് അമേരിക്കൻ പ്രോഡക്ട്സിന് നമ്മൾ ഇട്ടിരിക്കുന്ന താരിഫുകളെയാണ് പുള്ളിക്കാരത്തി എംഫസൈസ് ചെയ്ത് സംസാരിച്ചത്. അതിനകത്ത് വിദേശ മദ്യത്തിന്റെ താരിഫ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന്റെ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150% പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമ്പർ 1. യുഎസിൽ നിന്ന് വരുന്ന ചീസ് ബട്ടർ പ്രോഡക്റ്റിനൊക്കെ ഇന്ത്യയിൽ 300% 300% താരിഫ് ഈടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ഐറ്റംസ് ഇതിനൊക്കെയുള്ള ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% താരിഫാണ് ചാർജ് ചെയ്യുന്നത്. ഇത് 3 വിഷയങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പുള്ളിക്കാരത്തി ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയുണ്ടായി. ഇത് ഇങ്ങനെ പൊതുവിൽ ഇങ്ങനെ എഗെയിൻ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈഡിൽ നിന്ന് ഇതുവരെ ഒരു നെഗോസിയേഷൻ ടേബിളിൽ എത്തിയിട്ടില്ല. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ടീം അമേരിക്കയിൽ തന്നെ ഉണ്ട്. ടഫ് നെഗോസിയേഷൻ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വിളിച്ചു പറയുന്ന ഒരു കാര്യം വരുന്നത്. കാര്യം ഇത് അതായത് എക്സ്റ്റേണലി ഒരു പ്രഷർ ഇടുകയാണ്. ഈ ട്രംപിന്റെ പ്രഷർ പോളിസി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവരിങ്ങനെ പ്രഷർ പോളിസി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും ഗ്ലോബലി. ഇന്ത്യ ഇങ്ങനെയാണ് ഇങ്ങനെ അതായത് ഇങ്ങനെ ഒരു പോർട്രേ ചെയ്യാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ താരിഫ് വളരെ കൂടുതലാണ്, അവിടെ ആരും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് പോർട്രേ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പോർട്രേ ചെയ്യുന്നത് വളരെ ബാഡാണ്. കാരണം വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ ഏതാണ്ട് 4ാമത്തെ തവണയാണ് ഈ ഒരു താരിഫിന്റെ വിഷയം ഇങ്ങനെ പറഞ്ഞ് കാണിക്കുന്നത്. കാര്യം ഇന്ത്യ അമേരിക്കയിലോട്ടാണ് ഏറ്റവും കൂടുതൽ സാധനം കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം ഇതിന്റെ ഡെവലപ്മെന്റ്സ് എങ്ങോട്ട് പോകുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് UK റോട്ടർഡാമിൽ നിന്ന് ഇംഗ്ലീഷ് കോസ്റ്റിന് 10 കിലോമീറ്റർ അകലെ, 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് സംഭവിച്ച ഒരു കൊലീഷനാണ്. അതായത് ഒരു ഇടി. ഇത് അമേരിക്കയുടെ ഒരു ഓയിൽ ടാങ്കറും അതിന്റെ ജെറ്റ് ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ക്യാരി ചെയ്തുകൊണ്ട് പോയ ഒരു ടാങ്കറാണ്. അതും പോർച്ചുഗീസിൽ നിന്നും കെമിക്കൽ നിറച്ചുകൊണ്ട് വന്ന ഒരു ടാങ്കർ. തീർച്ചയായിട്ടും 100% ആ പാരിസ്ഥിതിക കടലിന് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെമിക്കൽ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. കെമിക്കലിന്റെ പേര് വളരെ വ്യക്തമല്ല. ഈ ഒരു കെമിക്കലും ഈ ഒരു ഫ്യൂവൽ ടാങ്കറും കൂടെ കൂട്ടിയിടിച്ച് അവിടെ ഈ നല്ല രീതിയിലുള്ള തീ ആളി കത്തുന്ന രീതിയിലൊരു അപകടം സംഭവിച്ചു. ഈ 2 ഷിപ്പിലുമുള്ള ആൾക്കാരായിട്ടുള്ള 36 ക്രൂ മെമ്പേഴ്സിനെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് സേഫ് ആയിട്ട് തന്നെ. ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത്. അതും വലിയ പരിക്കുകളൊന്നുമില്ല, ഗുരുതരമായ പരിക്കൊന്നുമില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് സേഫ് ഗാർഡ് തന്നെയാണ് എല്ലാവരും. ഇതിപ്പോ മൊത്തത്തിൽ എല്ലാം തന്നെ കടലിൽ വീണിരിക്കുകയാണ്. ആ പരിസരം ഓൾറെഡി തന്നെ ഇപ്പൊ മലിനമായ ഒരു അവസ്ഥയിലാണ്. ഇനിയിപ്പോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പിന്നെ നേരെ നമ്മൾ ഉക്രൈനിലോട്ട് പോയി കഴിഞ്ഞാൽ, റഷ്യ ഉക്രൈൻ വിഷയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, സെലൻസ്കി സൗദി അറേബ്യയിൽ പോയി സംസാരിച്ചല്ലോ. അപ്പൊ അവിടെ ഒരു സോറി ഒക്കെ ചോദിച്ചതായിട്ട്, ഒരു അപ്പോളജി ചോദിച്ചതായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നുണ്ട്.
ഇപ്പൊ എന്ത് തന്നെ അപ്പോളജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെയും പുള്ളി ഓൾറെഡി തന്നെ അന്ന് തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ആ ഒരു ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ ഈ ഒരു തന്നെ പുള്ളി അപ്പോളജി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ സംസാരിച്ച സമയത്ത് അപ്പോളജി പറഞ്ഞെങ്കിലും ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റഷ്യയുടെ ഭാഗത്ത് ഒരു ചെറിയ ഡൗട്ട്, ആ റഷ്യക്കാണ് ഡൗട്ട്. കാര്യം അമേരിക്ക എങ്ങാനും നമ്മളെ തേക്കുമോ എന്നുള്ളൊരു ഡൗട്ട് റഷ്യയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഈ സീസ് ഫയർ എന്നുള്ള പെർമനന്റ് ആയിട്ട് യുദ്ധം നിർത്തുന്നതിന് പകരം ഇപ്പോൾ ഒരു ടെമ്പററി സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു 30 ദിവസത്തെ ഒരു ടെമ്പററി സീസ് ഫയറിനാണ് ഇപ്പം സബ്ജക്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരു 30 ദിവസം ഒരു ടെമ്പററി സീസ് ഫയർ സൈൻ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് അതിലുപരിയായിട്ട് റഷ്യയും കൂടെ ഈ ഒരു കമ്മിറ്റ്മെന്റിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഇപ്പൊ ഉക്രൈനിന് അമേരിക്ക ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ മിലിറ്ററി എയ്ഡും ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ്, ചില ധനസഹായങ്ങൾ. അപ്പൊ ആ രീതിയിലുള്ള മിലിറ്ററി എയ്ഡും കൂടെ കൊടുക്കാം എന്നാണ് ഇപ്പം വാഗ്ദാനം. ഈ ഒരു കൺസെഷന്റെ പേരിലാണ് ഇപ്പൊ ഈ ഒരു 30 ദിവസത്തെ സീസ് ഫയർ ഒപ്പിടാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ സെലൻസ്കി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇവിടെ റഷ്യക്ക് ഒരു പേടിയുണ്ട്. കാരണം ഇതുപോലെ തന്നെ പല തവണയായിട്ട് ഇതേപോലെ ടെമ്പററി സീസ് ഫയർ ഉണ്ടാക്കിയിട്ട് അവസാനം വീണ്ടും ഈ ഒരു സീസ് ഫയർ കൊലാപ്സ് ആവുന്ന പല മുഹൂർത്തങ്ങൾ റഷ്യക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റഷ്യ ഇതിനെക്കുറിച്ച് ഡൗട്ട്ഫുൾ ആയിട്ടാണ് നോക്കുന്നത്. ഇനിയിപ്പോ പുടിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്, ടെമ്പററി സീസ് ഫയറിന് വേണ്ടിയിട്ട് പുള്ളിയെ തയ്യാറാക്കുക എന്നുള്ളതാണ്, കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചുമതല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ, ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനിയാണ് അടുത്ത ഒരു കോമഡി അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. പാകിസ്ഥാൻ 1.1% സ്റ്റേക്ക് ബ്രിക്സിന്റെ ബാങ്കിൽ നിന്നും സ്റ്റേക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ബ്രിക്സിന്റെ ബാങ്ക് അറിയാലോ, വെസ്റ്റേൺ കൺട്രീസിന്റെ ഡിപെൻഡൻസി കുറയ്ക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട് ബ്രിക്സിൽ ഇട്ടിട്ട് ഡിപെൻഡൻസി ഈ രീതിയിലേക്ക് മാറ്റാം, അതായത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുമായിട്ട് ചേർന്ന് മാറ്റാം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇവിടെ ഒരു ഐഡിയ ഞാൻ പറയാം. ഈ പൈസ തന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ചൈന $2 ബില്യൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പോർഷനാണ് ഈ ഒരു എമൗണ്ട്. ആ ഒരു പോർഷനാണ് എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ചൈന ഓൾറെഡി പൈസ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളത്. ഇങ്ങനെ പൈസ ഇപ്പൊ ബ്രിക്സിന്റെ സ്റ്റേക്ക് ഇവർ സ്വന്തമാക്കുമ്പോഴത്തേക്കും, ഒരു സ്റ്റേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിന്റെ ഭാഗങ്ങളാണല്ലോ ഈ ഒരു ഷെയർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഓഹരി മേടിക്കാന്ന് പറഞ്ഞാൽ ലിറ്ററലി ഈ ഓഹരി മേടിക്കാന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണോ ഓഹരി മേടിക്കുന്നത് അത്ര ശതമാനത്തിന്റെ ഓണറാണ് നിങ്ങൾ. അപ്പൊ ആ രീതിയിൽ ഒരു അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന സമയത്ത് ഇന്ത്യ അതിനെ കൃത്യമായി തടയുന്നതിന് കാരണങ്ങളുണ്ട്. വേറെ ഒന്നുമില്ല, ബ്രിക്സിൽ ഒന്നാമത് പാകിസ്ഥാനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ യാതൊരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് സൈനും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് ചൈനയുടെ കുരുട്ടുബുദ്ധിയാണ്. ചൈനയാണ് ഈ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു 582 മില്യൺ കൊണ്ട് ബ്രിക്സിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും, അപ്പൊ ബ്രിക്സിന്റെ സ്റ്റേക്ക് ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ആ രീതിയിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടുതലാണ്. അടുത്ത 1-2 വർഷത്തിനുള്ളിലെങ്കിലും പാകിസ്ഥാന് ബ്രിക്സിന്റെ മെമ്പർഷിപ്പ് നേടിയെടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിലുപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്, ഈ 582 മില്യൺ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ അവിടെ നിന്ന് ലോൺ കിട്ടും. അപ്പൊ അഥവാ ബ്രിക്സിന്റെ ഒരു സഹകരണവും ആയി, അതിലൂടെ ഈ പൈസ നമുക്ക് തിരിച്ച് ലോൺ എടുക്കുകയും ചെയ്യാം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റും ആയി, 1.1% സ്റ്റേക്കും സ്വന്തമാക്കാം. പല രീതിയിലുള്ള ആവശ്യങ്ങൾ സ്വന്തമാക്കാനാണ് പാകിസ്ഥാൻ കാത്തിരുന്നത്. പക്ഷെ അതിന് ഇന്ത്യ ഒറ്റ കീറൽ കീറി അങ്ങ് കളഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് അവർക്ക് വേൾഡ് ബാങ്കിനെയും IMF-നെയൊക്കെ അത്ര താല്പര്യമില്ല. അവര് കൂടുതൽ ഞങ്ങൾക്ക് വേൾഡ് ബാങ്ക് IMF ഒക്കെ നിങ്ങളുടെ നാട്ടിൽ വന്ന് സ്റ്റഡി ചെയ്ത് പഠിച്ച് വൃത്തിയായിട്ട് ശ്രീലങ്കയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ പോലും നിങ്ങൾക്ക് തരാൻ സമ്മതിച്ചില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. കാര്യം വേറെ ഒന്നുമില്ല, അവിടെ ഒരു സ്ട്രക്ചറൽ ഇല്ല, അവിടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല. നിങ്ങൾക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടയ്ക്കും എന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല എന്നുള്ളതാണ്. അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ. തുടരെ 1000-1500 തീവ്രവാദ ആക്രമണങ്ങൾ ഒരു വർഷം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ആരാണ് പൈസ തരാൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേക്ക് ബ്രിക്സിൽ വരാതിരിക്കും തന്നെയാണ് ബ്രിക്സിന് നല്ലത്. ഇന്ത്യൻ ബഡ്ജറ്റ് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുള്ളത്. അപ്പൊ അതേ സെയിം കംപ്ലൈന്റ് തന്നെ CRPF-ൽ നിന്നും BSF-ൽ നിന്നൊക്കെ പരാതി വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ബഡ്ജറ്റ് പോരാന്നുള്ളതാണ്. കാര്യം അവർക്ക് അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ബഡ്ജറ്റ് തീരെ കുറവാണ്. അപ്പൊ അവരുടെ എക്സ്പെൻസസ് ബിയോണ്ട് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഇനി കുറച്ചുകൂടെ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം നിർമ്മല സീതാരാമൻ ഫൈനാൻഷ്യൽ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് ഈ വിഷയം ഒത്തുതീർപ്പാക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ബഡ്ജറ്റ് ഇടുമ്പോഴേ, ആ ഒരു ബഡ്ജറ്റ് കാണുമ്പോഴേ നമുക്കറിയാം അതിന്റെ 90% അത് സ്റ്റാഫ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് പോയത്. ബാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ്? വളരെ തുച്ഛമായ ഒരു ബഡ്ജറ്റ് ആയിപ്പോയി. എന്തായാലും ഇപ്പൊ CRPF-ഉം ഈ BSF ഒക്കെ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ അത് പരിഹരിച്ചു കൊടുക്കേണ്ടി വരും. BSF മാർവലസ് ആയിട്ടുള്ള ഒരു ആക്ട്, 29 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ 4 ദിവസം കൊണ്ട്. ഇവരെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാൻ ശ്രമിച്ച ആൾക്കാരാണ്. ത്രിപുര എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഈ ഒരു അറസ്റ്റ് മൊത്തം നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് അഗർത്തല ഉൾപ്പെടെയുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇവർ സെർച്ച് നടത്തി. ഈ ട്രെയിനിലൊക്കെ ടിക്കറ്റ് ഇല്ലാതെ ലോക്കൽസിലൊക്കെ കയറി പോകുന്ന ആൾക്കാർ കുറെ ഉണ്ട്. ഇങ്ങനെ ഇതിനകത്ത് 7 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 7 ഇന്ത്യക്കാര് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബംഗ്ലാദേശികളെ നാട് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇന്ത്യക്കുള്ളിൽ മനുഷ്യക്കടത്ത് നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ച ആൾക്കാരാണ് ഇന്ത്യക്കുള്ളിൽ നിന്ന്.
ഞാൻ പറയുന്നത് ഈ ബംഗ്ലാദേശിന് കൊടുക്കുന്നതിനേക്കാളും ശിക്ഷ ഈ ഒരു 7 പേർക്കും കൊടുക്കണം എന്നാണ്. കാരണം ഇവന്മാരാണ് യഥാർത്ഥ തീവ്രവാദികൾ ഇന്ത്യക്കുള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്നത്. ഇവനെയൊക്കെ പിടിച്ച് നോക്കി ഇവന്റെ പേരും ഊരും നാളൊക്കെ പരിശോധിച്ച് ഇവനെ എത്രയും വേഗം തന്നെ ഇവന്മാരെ തന്നെ എത്രയും വേഗം പൂട്ടണം അകത്ത്. അല്ലാതെ ഇവനെയൊക്കെ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ വെളിയിൽ നമ്മൾ വിട്ടെങ്കിൽ ഇവന്മാര് ആയിരക്കണക്കിന് ആൾക്കാരെ ഇങ്ങനെ നിരന്തരം കയറ്റി വിട്ടുകൊണ്ടിരിക്കും. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ഒരു ത്രിപുര, അഗർത്തല, ഈ ബംഗ്ലാദേശ് ബോർഡർ എന്നൊക്കെ പറയുമ്പോഴേ ഇവരൊക്കെ സെയിം ലാംഗ്വേജ് ആണ് ഏറെക്കുറെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബായ് എന്നുള്ള നിലയിൽ ഒരു വളരെ കൂളായിട്ട് ഒരു വിഷയം ചെയ്യാണ്. ഇവർ ചെയ്യുന്ന വിഷയത്തിന്റെ സീരിയസ്നെസ് ഇവർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിലുപരിയായിട്ട് ഈ ബോർഡറിലുള്ള ആൾക്കാരെ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ചുകൂടെ അവയർനെസ് കൊടുത്ത് അവർക്ക് ഒരു ഈവനിങ് ക്ലാസ്സോ എന്തെങ്കിലും കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക അവരെ. ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, ഇതിലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ കരുതാം, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവയർനെസ് ഇല്ലാതെ ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ. അതിലുപരിയായിട്ട് ഇവരെ പർപ്പസ്ഫുള്ളി ചെയ്ത ആൾക്കാരുണ്ട്, ഇന്റൻഷനലി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പല റീസൺസിന് വേണ്ടിയിട്ട് റിലീജിയസ് ബേസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ പല രീതിയിലും ഇത് ബോർഡർ എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ട് നിലനിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകത വളരെ വളരെ കൂടുതലാണ്. ഇന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബോർഡർ എത്രയും വേഗം 100% ഒരു സോളിഡ് പ്രൂഫായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.